വിൻഡോസിന്റെ സാങ്കേതിക തകരാറിന് പിന്നിലെ കാരണം എന്ത് എന്ന് ന്യൂസ് മലയാളം ടെക് ടീം തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. വിൻഡോസിലെ സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോം ഇന്ന് രാവിലെ മുതലാണ് പണിമുടക്കിയത്. ഇത് ചെറിയ പ്രതിസന്ധിയല്ല സൃഷ്ടിച്ചത്. ബാങ്കുകൾ, വിമാന കമ്പനികൾ, ആരോഗ്യ സംവിധാനങ്ങൾ, അടിയന്തര സേവനങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളെ പ്രശ്നം ബാധിച്ചു. ചേട്ടന്മാരെ, എന്താണ് ഈ ക്രൗഡ് സ്ട്രൈക്ക്? US-ൽ ടെക്സസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സൈബർ സെക്യൂരിറ്റി കമ്പനിയാണ് ക്രൗഡ് സ്ട്രൈക്ക്. ക്രൗഡ് സ്ട്രൈക്ക് നോർമലി ടെലികോം, ഏവിയേഷൻ, മീഡിയ, IT തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ സൈബർ സെക്യൂരിറ്റിയാണ് അവർ പ്രദാനം ചെയ്യുന്നത്. ഇന്ന് മുതൽ അതിനകത്ത് കുറച്ച് ഗ്ലിച്ചസ് വരികയും വിൻഡോസ് ഉപഭോക്താക്കൾക്ക് ഒരു ബ്ലൂ സ്ക്രീൻ വരികയോ അല്ലെങ്കിൽ സിസ്റ്റം സ്ഥിരമായി റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നൊരു പ്രശ്നമാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ തന്നെ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഒരു പരിധിവരെ പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടാ, മറ്റൊരു കാര്യം, ഈ ക്രൗഡ് സ്ട്രൈക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളെയാണ്? പ്രധാനമായും വിൻഡോസ്, ലൈനക്സ് ആൻഡ് iOS ഇതിൽ മൂന്നിലും ക്രൗഡ് സ്ട്രൈക്ക് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പർട്ടിക്കുലർ ഇഷ്യൂ വന്നിട്ടുള്ളത് വിൻഡോസിൽ മാത്രമാണ്. ബാക്കി രണ്ട് OS-ലും ഇത് ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല. ഏത് രീതിയിലാണ് ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതെന്ന് വിശദീകരിക്കാവൂ? ഇതിൻ്റെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ക്രൗഡ് സ്ട്രൈക്ക് അവരുടെ പോർട്ടലിൽ ഇതിൻ്റെ ഇഷ്യൂസ് എങ്ങനെ റിസോൾവ് ചെയ്യാം അതിൻ്റെ അപ്ഡേഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് നമുക്ക് എങ്ങനെയെന്ന് ചെയ്യാൻ നോക്കാം. അപ്പം ഇതിനകത്ത് ബൂട്ട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ട്രബിൾ ഷൂട്ടിനകത്ത്, അഡ്വാൻസ് ഓപ്ഷനകത്ത്, സ്റ്റാർട്ട് സെറ്റിങ്ങിനകത്ത്, ഇതിനകത്ത് സേഫ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, എനേബിൾ സേഫ് മോഡ്. ആ എനേബിൾ സേഫ് മോഡിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഫസ്റ്റ്. അതിനാണ് ഈ ഓപ്ഷൻ നമ്മൾ കണ്ടത്. അതിനുശേഷം റീസ്റ്റാർട്ട് കൊടുക്കുക. കമ്പനി തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനകത്ത് സേഫ് മോഡ്, അതിനകത്ത് നമ്പർ 4 അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സിസ്റ്റം നോർമൽ മോഡിൽ നിന്ന് സേഫ് മോഡിലേക്ക് ഇത് ബൂട്ടാവും. ഇപ്പോൾ ബൂട്ടായി. അതിനകത്ത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ സേഫ് മോഡ് വരുമ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഇതുപോലെ നോർമൽ മോഡായിരിക്കില്ല. ഇതിനകത്ത് നമ്മൾ ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് സേഫ് മോഡിനകത്താണ്. സോ അതിനകത്ത് നമ്മൾ മൈ കമ്പ്യൂട്ടറിനകത്ത് കയറുക. സിക്കകത്ത്, അതിനകത്ത് വിൻഡോസിനകത്ത് സിസ്റ്റം 32, അതിനകത്ത് ഡ്രൈവേഴ്സ് എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ക്രൗഡ് സ്ട്രൈക്ക് എന്ന ഡയറക്ടറി, അതിനകത്ത് C-2. തകരാറ് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രശ്ന പരിഹാരം എളുപ്പമാണെന്ന് തോന്നുന്നല്ലേ? അതെ. അനുദിനം മാറുന്ന സാങ്കേതിക വിദ്യയുടെ കാലത്ത് അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിന്റെ ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ സംഭവം. ഒരു മൗസ് ക്ലിക്കിൽ നിശ്ചലമാകുന്ന ലോകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.